ഓ എന്റെ ഈശ്വര, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ വേഷത്തിൽ നിന്നെ കാണുമ്പോ ഏതൊരു കല്യാണ പെണ്ണും തോറ്റുപോവും. ഇത് കാണുമ്പോ അന്നത്തെ കല്യാണ ദിവസം എനിക്ക് ഓർമ്മ വരുന്നേ. ഇതൊന്നും വേണ്ടായിരുന്നു. എന്തോ വലിയൊരു ഭാരം വലിച്ചു കെട്ടിയ പോലെ എനിക്ക് തോന്നുന്നു. എനിക്കൊരു സുഖവും തോന്നുന്നില്ല. ആര് പറഞ്ഞു? ഇത് അടിപൊളിയാ. ഈ സാരിയിൽ നിന്നെ കാണുമ്പോ തന്നെ ഗോകുലിന്റെ മനസ്സിളകും. ശരിക്കും ആദ്യരാത്രിയിലെ പോലെ തന്നെ. ഇനി കുറച്ച് മുല്ലപ്പൂ കൂടി വെക്കണം. ഞാൻ കൊണ്ടുവരാം. എടുക്കട്ടെ. ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. എന്തൊരു നാണക്കേടാ ഇത്. എനിക്കിതൊന്നും വേണ്ട, മാറ്റി വെച്ചേക്ക്. അങ്ങനെ പറയല്ലേ. ആണുങ്ങൾക്ക് മുല്ലപ്പൂവിന്റെ മണം ഭയങ്കര ഇഷ്ടാ. സത്യത്തിൽ നീ ആ ഭാഗ്യവതി. സാധാരണ എല്ലാ പെണ്ണുങ്ങളുടെയും ജീവിതത്തിൽ ഇങ്ങനൊരു ദിവസം ഒരിക്കൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നിനക്കിപ്പോ ഇങ്ങനൊരു ഭാഗ്യം രണ്ടാമതും കിട്ടി. ഏത് സ്ത്രീയാ ഇങ്ങനെ ജീവിതത്തിൽ രണ്ടാമതൊരു ദിവസം ആഗ്രഹിക്കാത്തെ? സാധാരണ ഒരു സ്ത്രീക്കും അത് കിട്ടാറില്ല. അവിടെ ഗോകുലിന്റെ മുറിയില് ചില സർപ്രൈസുകൾ വേറെയുണ്ട്. എന്ത് സർപ്രൈസ്? അതൊക്കെ പറയാം. ആദ്യം മുല്ലപ്പൂ വയ്ക്ക്. ഇന്നത്തെ ദിവസമേ ഇതൊക്കെ ഞങ്ങളുടെ അവകാശം. നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാനുള്ള ആഗ്രഹം കൊണ്ടാ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നേ. തിരിഞ്ഞേക്ക്. ഇനി നീ ഒന്ന് കണ്ണാടിയിലേക്ക് നോക്കി. ശരിക്കും കല്യാണ പെണ്ണിനെ പോലെ തന്നെയില്ലേ? സംശയിക്കണ്ട. നിന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഇന്നത്തെ രാത്രിയോടെ അതെല്ലാം ഗോകുൽ അവസാനിപ്പിച്ചോളൂ. നിങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ദിവസം ഈ കല്യാണ സാരി, ഏതാണ്യെ മയക്കുന്ന മുല്ലപ്പൂവിന്റെ ഗന്ധം, പിന്നെ ഈ ഒരു ഗ്ലാസ് പാലും കൂടി ആകുമ്പോ കംപ്ലീറ്റ് ഫസ്റ്റ് നൈറ്റ് വൈബ് ആയിരിക്കും മോളെ. എനിക്കിതൊന്നും അങ്ങനെ തോന്നുന്നില്ല. അപ്പോ നിനക്കൊരു സന്തോഷം ഇല്ലെന്നാണോ? സന്തോഷമുണ്ട്. ഗോകുൽ എന്റെ ഭർത്താവാ.